പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശിനാപ്പള്ളിക്കടുത്ത് കാവേരി തീരത്താണ്. ഭൂലോകത്തെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീരംഗത്തേക്കുള്ള യാത്രയിലാണ്. ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ചോദ്യമേകുന്ന ഒരു ക്ഷേത്രം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ തൃശ്ശിനാപ്പള്ളിയിൽ നിന്നും ശ്രീരംഗവുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ കരയിലാണ്. അതാ നോക്കൂ, ശ്രീരംഗസ്വാമിയുടെ ഗോപുരം. ഈ പാലത്തിൽ നിന്നും പുറകോട്ട് നോക്കിയാൽ തൃശ്ശിനാപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് 3.8 മില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന റോക്ക് ഫോർട്ട്, അതിൻ്റെ മുകളിലെ ഉച്ചിപ്പിള്ളയാർ ടെമ്പിൾ. ഞാൻ റോക്ക് ഫോർട്ട് ടെമ്പിളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് അമ്മ മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്നും ഭക്തർ സ്നാനം ചെയ്യുന്നതാണ്. അതിൻ്റെ ചരിത്രവും ഇന്നത്തെ വിശേഷവും ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. ശ്രീരംഗം ഒരു ദ്വീപാണ്. അത് ഈ കാവേരി നദിയിൽ വെച്ച് രണ്ടായി പിരിയുന്നു. അവിടെ നിന്നും കാവേരിയും കൊള്ളിടം എന്ന നദിയുമായി ഒഴുകുന്നു. ഇതിൻ്റെ നടുവിലാണ് ശ്രീരംഗം. ഇതാണ് ജംബുകേശവ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. എൻ്റെ ഇപ്പോഴത്തെ യാത്രയിൽ 25 ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഞാൻ ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ വ്യത്യാസങ്ങൾ കൊണ്ട് 2 ക്ഷേത്രങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് തിരുവാരൂർ ത്യാഗരാജ സ്വാമിക്ഷേത്രം. അവിടെ 100 കണക്കിന് മണ്ഡപങ്ങളും സന്നിധികളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥക്കുളവും കാണാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജംബുകേശവ ക്ഷേത്രം തന്നെ. ഇതിൻ്റെ നിർമ്മിതികളുടെ പ്രത്യേകതയല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിന് 5 പ്രകാരങ്ങളുണ്ട്. ഓരോ പ്രകാരങ്ങളും നിർമ്മിച്ചത് ഓരോ കാലഘട്ടത്തിലാണ്. പുരാണപ്രകാരം പാർവതീദേവി ശിവനെ ആരാധിക്കാനായി ഇവിടെ വന്നിരുന്നു. അവർ കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് സ്വയം ഒരു ലിംഗം നിർമ്മിച്ചു, പൂജിച്ചു. ശിവൻ അവരുടെ ഭക്തിയിൽ സന്തോഷിച്ചു. ഇവിടെ തന്നെ സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് പോലും ഉച്ചപൂജയിൽ പൂജാരി സ്ത്രീവേഷം ധരിച്ച് പൂജ നടത്തുന്നു. ഇത് ലോകത്ത് തന്നെ അപൂർവമായൊരു ആചാരമാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ശാന്തത, തണുപ്പ്, ആത്മീയത അത് അനുഭവിച്ചറിയേണ്ടതാണ്. ശിവലിംഗം തന്നെ വെള്ളത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്നും ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ഒരുപോലെ ചോദ്യചിഹ്നമാണ്. ശ്രീരംഗത്ത് തിരുവാനൈക്കാവൽ പ്രദേശത്താണ് ഈ ക്ഷേത്രമുള്ളത്. ജംബു എന്നത് ജാമ്പ മരത്തെ സൂചിപ്പിക്കുന്നു. ജാമ്പ മരത്തിനിടയിൽ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ നെറ്റിയിലെ ഭസ്മക്കുറി നോക്കൂ. ഗർഭഗൃഹത്തിനടുത്ത് പ്രത്യേക പാസ് എടുത്താൽ എത്താൻ കഴിയും. അവിടെ പൂജാരി സ്ത്രീ രൂപത്തിൽ നിൽക്കുന്നു. ശിവലിംഗത്തെ നമുക്ക് നേരിട്ട് വലം വയ്ക്കാം. പൂജാരി പ്രസാദം ഭസ്മം എടുത്ത് കരിങ്കല്ല് തറയിൽ തട്ടുമ്പോൾ ഉള്ളിൽ നിന്നും വരുന്ന തീർത്ഥത്തിൽ ചാലിച്ച് ഓരോരുത്തരുടെയും നെറ്റിയിൽ തൊട്ടുതരുന്നു. ഇതാണ് ശാസ്ത്രലോകത്തെ ഇന്നും ഞെട്ടിക്കുന്നത്. എങ്ങനെ ഗർഭഗൃഹത്തിനടുത്ത് കടുത്ത വേനലിൽ പോലും ഈ തീർത്ഥം ലഭിക്കുന്നു? ഇതൊരു ദൈവീകമാണോ ശാസ്ത്രീയമാണോ? ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ശിവലിംഗത്തിൻ്റെ ഭാഗത്തു നിന്നും എപ്പോഴും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കും. വേനലാകട്ടെ വരൾച്ചയാകട്ടെ ഈ വെള്ളം ഒരിക്കലും പൂർണ്ണമായി ഉണങ്ങാറില്ല. എന്നാൽ കടുത്ത മഴക്കാലത്ത് ഇതിനകത്ത് വെള്ളം നിറയുന്നുമില്ല. ലിംഗമിരിക്കുന്ന ഭാഗത്ത് കരിങ്കല്ല് തറ ഉണങ്ങിക്കിടക്കുന്നു. തീർത്ഥം എടുത്തു കഴിഞ്ഞാൽ അവിടെ നനവ് പോലും കാണുന്നില്ല. ഇത് ഭൂഗർഭ ജലമാണോ അല്ലെങ്കിൽ ദൈവിക അത്ഭുതമോ? ശാസ്ത്രലോകത്തിന് ഇതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമായി കണ്ടെത്താൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ വാട്ടർ ടെമ്പിൾസ് എന്ന് പറയുന്നത്. ശ്രീരംഗസ്വാമിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ മുന്നിലൂടെയാണ് ഞാനിപ്പോൾ അമ്മ മണ്ഡപത്തിലേക്ക് പോകുന്നത്. അമ്മ മണ്ഡപത്തിലെ സ്നാനഘട്ടത്തിൽ നിന്നും കുളിച്ചു തൊഴുതാണ് ശ്രീരംഗനാഥനെ വണങ്ങേണ്ടത്. ഇതാണ് ശ്രീരംഗനാഥൻ്റെ പ്രധാന ഗോപുരം. അമ്മ മണ്ഡപത്തിനുള്ളിൽ നിന്നും ഉള്ള കാഴ്ചയാണിത്. ഇവിടെ നിന്നും ശ്രീരംഗപാണിയുടെ അടുത്തെത്തണമെങ്കിൽ 2 കിലോമീറ്ററാണ് ദൂരം. കാവേരി നദിയിലെ അമ്മൻ സ്നാനഘട്ടം. ഇവിടെ സ്നാനം ചെയ്യണം എന്ന് കരുതിയാണ് ഞാൻ വന്നത്. എന്നാൽ ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ ഈ ഭാഗത്ത് വെള്ളം തൊടാൻ പോലും തോന്നില്ല. പരിശുദ്ധമായ ഒരു നദിയെ എത്രത്തോളം മലിനമാക്കാമെന്നതിൻ്റെ ഉദാഹരണമാണിത്. അങ്ങ് ദൂരെ അതാ റോക്ക് ഫോർട്ട് ടെമ്പിൾ. ഈ നദീതീരം ആയിരക്കണക്കിന് വർഷങ്ങളായി ഭക്തരുടെ വിശ്വാസവും ആചാരങ്ങളും ചേർന്ന പുണ്യ സ്ഥലമാണ്. മണ്ഡപം എന്നത് പഴയകാലത്ത് രാജാക്കന്മാരും ഭക്തരും സ്നാനം ചെയ്യാനും ആചാരങ്ങൾ നടത്താനും ഉപയോഗിച്ചിരുന്ന ഒരു തുറന്ന ഹാളാണ്. ചോളരും പിന്നീട് വന്ന രാജവംശങ്ങളും ഈ സ്ഥലത്തെ വികസിപ്പിച്ചു. കാവേരി നദിയെ
ഇവിടെ ദേവിയായി ആരാധിക്കുന്നു. കാവേരി അമ്മ എന്ന വിശ്വാസം ഈ സ്ഥലത്തെ കൂടുതൽ വിശുദ്ധമാക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് ഗ്രഹണമാണ്. ഈ ഭാഗത്ത് ക്ഷേത്രങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ്. പൂജാരികൾ ഒത്തുകൂടി ഇവിടെ സ്നാനം ചെയ്ത് മൺമറഞ്ഞ തലമുറയ്ക്കും പിതൃക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് പ്രത്യേക പൂജകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസം. അമാവാസി ദിവസങ്ങളിൽ ഇവിടെ സ്നാനം ചെയ്താൽ പുണ്യമാണെന്നും പാപങ്ങൾ തീരുമെന്നും വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ആടിപ്പെരുക്ക് ആണ്. ആ സമയത്ത് കാവേരി നിറഞ്ഞൊഴുകും. ഭക്തർ ആയിരങ്ങളായി ഇവിടെ എത്തും. നദി, വിശ്വാസം, ഉത്സവം മൂന്നും ഒരുമിക്കുന്ന ഒരു അത്ഭുത കാഴ്ച അന്നിവിടെ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. ചോളന്മാരും അവരുടെ കുടുംബങ്ങളും കുളി കഴിഞ്ഞ് നടന്ന വഴികൾ. സ്നാനം കഴിഞ്ഞ ബ്രാഹ്മണർ ഓരോ സ്ഥലത്തിരുന്ന് പൂജകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദം മുഴങ്ങുന്നു. ആകാശത്ത് അത് പ്രതിഫലിക്കുന്നു. കാവേരി നദിയുടെ സ്നാനഘട്ടത്തിൽ ഇപ്പോഴും തിരക്കാണ്. ഇവിടുത്തെ സൂര്യോദയവും അസ്തമയവും വളരെ മനോഹരമാണ്. ഭൂമിയിലെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീരംഗത്തെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് സൂര്യൻ മറയാൻ പോകുന്നു. അവസാനമായി ഈ വീഡിയോയിൽ ഇവിടുത്തെ സ്വാമി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നത് നമുക്ക് തമിഴിൽ തന്നെ കേൾക്കാം. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. இன்னைக்கு சந்திர கிரகணம், அதனால் 3:20 ஆரம்பித்து 6:47 முடியுது. அதனால் தர்ப்பணம் பண்ணுறது விசேஷம், தான தர்மங்கள் செய்கிறது ரொம்ப சிறப்பு. அதனால் அந்த நீர்நிலைகளில் காவேரி கரையில் அம்மா மண்டபத்தில் செய்கிறது மிக சிறப்பு. அதனால் எல்லாரும் தர்ப்பணம் பண்ணுவாங்க. லோகனார் இல்லாதவங்க மட்டும் ലോകത്തിനു വേണ്ടി. ஆமாம், ലോക സമസ്ത സുഖിനോ ഭവന്തു. ஆமாம். താങ്ക് യു.